ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ഓരോരുത്തർക്കും എൻ്റെ സ്നേഹ നമസ്കാരം. ഞാനൊരു വലിയ രാഷ്ട്രീയ പ്രസംഗത്തിനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള വലിയ തീപ്പൊരി പ്രസംഗത്തിനോ ഒന്നും തന്നെ ശ്രമിക്കുന്നില്ല. നിങ്ങളോട് കുറച്ച് സംസാരിക്കണം എന്ന് മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. 6 ദിവസങ്ങൾക്ക് മുമ്പാണ് എന്നെ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ പ്രസ്ഥാനം നെടുമങ്ങാട് നിയോജക മണ്ഡലത്തിൻ്റെ മണ്ണിലേക്ക് ഒരു വലിയ രാഷ്ട്രീയ പോരാട്ടം എന്ന് പറയുന്ന ഉത്തരവാദിത്വം ഏൽപ്പിച്ചു വിടുന്നത്. ഈ കഴിഞ്ഞ 6 ദിവസത്തിനിടയിൽ നമ്മൾ നടത്തുന്ന 3ാമത്തെ വലിയ പരിപാടിയാണിത്. കഴിഞ്ഞ 6 ദിവസത്തിനിടയിൽ നെടുമങ്ങാട് സംഘടനയിലെ അല്ലെങ്കിൽ നെടുമങ്ങാട് നിയോജക മണ്ഡലത്തിലെ പ്രവർത്തകർ നടത്തുന്ന 3ാമത്തെ വലിയ പരിപാടിയാണിത്. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ് എത്രത്തോളം ആവേശത്തിലും ആത്മാർത്ഥതയിലുമാണ് നമ്മുടെ പ്രവർത്തകർ നിൽക്കുന്നത് എന്നുള്ള കാര്യം. നമ്മൾ തീരുമാനിച്ചു ആദ്യം തന്നെ ഒരു വലിയ മാസ് എൻട്രി ഉണ്ടാകണം, ഒരു റോഡ് ഷോ ഉണ്ടാകണം. ഏറ്റവും ഗംഭീരമായിട്ടുള്ള ഒരു റോഡ് ഷോ ആയിട്ട് നമ്മുടെ റോഡ് ഷോ മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അത് കഴിഞ്ഞ് വളരെ പെട്ടെന്നാണ് സുരേഷ് ഗോപി അദ്ദേഹത്തെ ഞാൻ വിളിക്കുന്നത്. ഞാൻ 29-ാം തീയതിയിലേക്കൊക്കെ അദ്ദേഹം വരാമോ എന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷേ അദ്ദേഹം പറഞ്ഞു, ഞാൻ മറ്റന്നാൾ തന്നെ വരികയാണ് നിൻ്റെ അടുത്തേക്ക്, ഇത്രയും സമയം ഞാൻ നിനക്ക് തരുകയാണ് എന്ന് പറഞ്ഞ് ആ സ്നേഹവും ഞാൻ കണ്ടു, വളരെ അടുത്തറിഞ്ഞു. അതോടൊപ്പം തന്നെ ഞാൻ ശോഭാ മേഡത്തിനോട് ചോദിച്ചിരുന്നു, മേഡം 22-ാം തീയതി കൺവെൻഷനാണ്, മേഡത്തിന് എത്താൻ സാധിക്കുമോ? മേഡവും എത്താമെന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും ഒരുപാട് സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അത് പോരാഞ്ഞിട്ട് നമ്മൾ നാളെ നോമിനേഷൻ നൽകണം. അപ്പോൾ ഈ 6 ദിവസവും ആ ടെമ്പോ അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നതിൻ്റെ പിറകിൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും ഹാർഡ് വർക്കും നിങ്ങളുടെ ഓരോരുത്തരുടെയും വിയർപ്പുമുണ്ട് എന്നുള്ള കാര്യം ഏറ്റവും ആത്മാർത്ഥമായിട്ട് തന്നെ ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങളുടെ ആ സ്നേഹവും നിങ്ങളുടെ ആത്മാർത്ഥതയും ഈ എരിപൊരി ചൂടിനകത്തും ഒരല്പം പോലും വിട്ടുകൊടുക്കില്ല നമ്മൾ എന്ന് തീരുമാനിച്ചുറപ്പിച്ചിട്ടുള്ള നമ്മുടെ ആ പോരാട്ടവും ഒക്കെ ഓരോ ഇടത്തെത്തുമ്പോഴും ആ പോരാട്ടത്തിൻ്റെ ചൂട് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ചെറിയൊരു അബദ്ധം പറ്റി. അബദ്ധമായിരുന്നെങ്കിൽ പോലും ആ അബദ്ധത്തിൻ്റെ പുറകിലുള്ള ഒരു സ്നേഹം ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. കാരണം നേരത്തെ മുൻകൂട്ടി നിശ്ചയിക്കാത്ത ഒരു പരിപാടിക്ക് പോയി ഇറങ്ങേണ്ടി വന്നു. ആ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ, ഞാൻ ഇതുവരെ കണ്ടിട്ട് പോലുമില്ല മനുഷ്യനെ, 35 തവണ എന്നെ വിളിച്ചു. അവസാനം ഞാൻ ഏരിയ പ്രസിഡന്റിനോടും മണ്ഡലം പ്രസിഡന്റിനോടും ഒക്കെ മാപ്പ് പറയേണ്ടുന്ന സാഹചര്യമുണ്ട്. കാരണം ഇദ്ദേഹത്തിൻ്റെ ഈ വിളി കാരണം ഞാൻ ഇവരെ ആരുടെ അറിയിക്കാൻ പോലും വിട്ടിട്ടാണ് ഞാൻ അവിടെ പോയി ഇറങ്ങി കൊടുത്തത്. അവിടെ ചെന്നിറങ്ങിയതിന് ശേഷം ആലോചിക്കുന്നത്, പറയുമ്പോൾ ഇവരുടെ ആരുടെ ഞാൻ പറഞ്ഞില്ലായിരുന്നല്ലോ എന്നുള്ള. പുള്ളി ഉച്ചോട്ട് വിളിക്കുകയാണ്, എടാ നീ എവിടെ, അങ്ങനെ സംസാരിക്കും, എടാ നീ എവിടെ, നിന്റെ അടുത്ത് സ്നേഹം കൊണ്ടാണ് വിളിക്കണം, നീ ഇപ്പോൾ ഇവിടെ വന്നേ പറ്റും, ഇവിടെ ഇത്രയും ആൾക്കാരുണ്ട് എന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ് അദ്ദേഹം, വൈകുന്നേരം നീ എത്തണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ എടാന്നും നീയെന്നും ഒക്കെ അത്രയധികം ആത്മാർത്ഥതയോടുകൂടി സ്നേഹത്തോടുകൂടി വിളിക്കാൻ പറ്റുന്ന ഒരു ബന്ധം ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത ഒരു വ്യക്തിയിൽ പോലും ഉണ്ടാക്കുവാൻ വേണ്ടിയിട്ട് സാധിച്ചു എന്ന് പറയുന്നത്, എനിക്കിനി ഭാവിയിൽ മുഖ്യമന്ത്രി പദം കിട്ടിയാൽ പോലും ആ പദം പോലും അതിനോട് കിടപിടിക്കാൻ പറ്റുന്ന ഒന്നായിരിക്കില്ല എന്നുള്ള പരിപൂർണമായ ബോധ്യം എനിക്കുണ്ട്. കാരണം രാഷ്ട്രീയത്തിൽ സ്ഥാനങ്ങളും മാനങ്ങളും എല്ലാം തന്നെ പല തരത്തിലും നമുക്ക് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. പക്ഷേ നമ്മുടെ പ്രവർത്തകരുടെ ഹൃദയത്തിലേക്ക് ഒരു കസേരയിട്ട് നീക്കിയിട്ട് അതിനകത്ത് ഇരിക്കാൻ കഴിയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനേക്കാൾ ആത്മാർത്ഥമായിട്ട്, അതിനേക്കാൾ കഴിവുള്ള അതിനേക്കാൾ എന്തെങ്കിലും മഹത്തരമായിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. മറ്റൊന്നും കൊണ്ടല്ല, ഞാനിപ്പോൾ കഴിഞ്ഞ 2-3 കൊല്ലമായിട്ട് നിങ്ങളുടെ ഇടയിലുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ മാത്രം നിന്നാൽ മതി എന്നുള്ളതാണ്. പക്ഷെ പലപ്പോഴും അതിന് സാധിക്കാറില്ല. കാരണം മറ്റൊന്നും കൊണ്ടല്ല, ഇപ്പോൾ ഒരു 2 മാസങ്ങൾക്ക് മുമ്പ് എനിക്ക് വളരെയധികം വിഷമം തോന്നിയ ഒരു സംഭവം ഉണ്ടായി. ആ സംഭവം ഉണ്ടായത് അപ്പുറത്താണ്, വാമനപുരം മണ്ഡലത്തിലാണ്, അങ്ങറ്റത്താണ്. നമ്മൾ അവിടെ പോവുകയൊക്കെ ചെയ്തിരുന്നു. നമ്മുടെ ഒരു ഗണഗീതം ഒരു ക്ഷേത്രത്തിനകത്ത് പാടിയതിൻ്റെ പേരിൽ ആ ഗണഗീതം പാടിയത് പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ചില സഖാക്കൾ സ്റ്റേജിൽ കയറുകയും ബഹളം ഉണ്ടാക്കുകയൊക്കെ ചെയ്തു. അന്ന് ആ ഗണഗീതം പാടുന്നതിനെ എതിർത്തുകൊണ്ട് വേദിയിൽ കയറിയ ആളെ തിരിച്ച് തടഞ്ഞതിൻ്റെ പേരിൽ, അവിടെ ഒരു ചെറിയ കശപിശ ഉണ്ടായതിൻ്റെ പേരിൽ നമ്മുടെ സഹോദരന്മാർക്ക് 20 ദിവസത്തോളം ജയിലിൽ കിടക്കേണ്ടി വന്നു. ഞാൻ അവരെ കാണാൻ വേണ്ടിയിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് പോയി. ആരും എന്നെ വിളിച്ചിട്ട് പോയതല്ല, പക്ഷേ രക്തം തിളച്ചതുകൊണ്ട് പോയതാണ്. കാരണം മറ്റൊന്നും കൊണ്ടല്ല,
ഗണഗീതം പാടിയത് തടഞ്ഞയാളെ, അയാളെ എതിർത്തതിൻ്റെ പേരിൽ 6 പേര് 10-20 ദിവസങ്ങളോളം ജയിലിൽ കിടക്കേണ്ടി വരുന്നൊരു സാഹചര്യം എന്ന് പറയുമ്പോൾ, നമ്മുടെ കേരളത്തിലെ രാഷ്ട്രീയ പരിതസ്ഥിതിയിൽ നമ്മൾ സംഘടനാ പ്രവർത്തനം നടത്തുമ്പോൾ എന്തൊക്കെ വില കൊടുക്കേണ്ടി വരുന്നു എന്നുള്ളതാണ്. 1-2 ദിവസം ജയിലിലേക്ക് പോകേണ്ടി വരുമ്പോൾ പോലും, ഇത്തരം ഒരു സാഹചര്യത്തിൽ പോകേണ്ടി വരുമ്പോൾ പലപ്പോഴും പലരും അത് ജയിലിൽ കിടന്നവൻ്റെ കുടുംബമാണ്, ഗുണ്ടയുടെ കുടുംബമാണ് എന്നൊക്കെ ഉള്ളത്. നല്ല കുടുംബത്തിൽ ജനിച്ച കുട്ടികളാണ്, നല്ല മര്യാദയ്ക്ക് ജോലിക്ക് പോയിട്ട് കുടുംബം നോക്കി ഒരു തരത്തിലുള്ള മോശം പ്രവർത്തനവും നടത്താതെ ജീവിക്കുന്നവരാ. പക്ഷേ നമുക്കൊരു ഗണഗീതം, ഈ രാഷ്ട്രത്തിനെ വന്ദിക്കുന്ന തരത്തിലുള്ളൊരു ഗണഗീതം പാടാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ അതിനെ നെഞ്ചു വിരിച്ച് നിന്ന് എതിർത്തതിൻ്റെ പേരിൽ അവർക്ക് ജയിലിലേക്ക് പോകേണ്ടെന്ന സാഹചര്യം ഉണ്ടായി. ഈ സാഹചര്യം കേരളത്തിൽ ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. ഞാൻ 2004 ഔദ്യോഗികമായി സംഘടനാ പ്രവർത്തനത്തിലേക്ക് കടന്നു വരുന്നത്. അതിനു മുമ്പ് നമ്മളിപ്പോൾ എപ്പോഴെങ്കിലും ബാലഗോകുലത്തിൽ എൻ്റെ കൃഷ്ണവേഷം കെട്ടിപ്പോയിരുന്നു, അല്ലെങ്കിൽ എൻ്റെ മാമൻ എന്നെ ചെറുതിലെ കൊണ്ടുപോയിട്ട് ശാഖയിലിരുത്തിയെന്നോ ഉള്ളതൊന്നും അല്ല. ഞാൻ എൻ്റെ പൂർണ്ണബോധ്യത്തോടു കൂടി സംഘടനാ പ്രവർത്തനം തുടങ്ങിയിട്ട് ഇന്ന് 22 വർഷമാവുകയാണ്. 2004 ഞാൻ വട്ടിയൂർക്കാവ് പോളിടെക്നിക്കിലേക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ചെല്ലുന്ന സമയത്ത് അത്യാവശ്യം രാഷ്ട്രബോധവും അത്യാവശ്യം ദേശസ്നേഹവും അത്യാവശ്യം സംഘടനയോടുള്ള വല്ലാത്ത ഒരു അഭിനിവേശവും ഒക്കെ കൂടി ചേർന്നിട്ടാണ് ഞാൻ കോളേജിലേക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ചെല്ലുന്നത്. ഞാൻ പോകുന്ന സമയത്ത് ഞാൻ കരുതുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രാഷ്ട്രീയ പ്രവർത്തനമാണല്ലോ. എല്ലാവരും പറയുന്നുണ്ട്, ഇപ്പോൾ SFIക്കാർ എഴുതി വെച്ചിട്ടുണ്ട് സ്വാതന്ത്ര്യം, ജനാധിപത്യം, സോഷ്യലിസം എന്നൊക്കെ ഉള്ള കാര്യം. അവർക്കതിൽ വിശ്വാസമില്ലെങ്കിലും അവരുടെ ആ സാധനങ്ങളിലൊക്കെ അവർക്ക് വിശ്വാസമുണ്ട് എന്നൊരു തെറ്റിദ്ധാരണയോടുകൂടിയാണ് ഞാൻ സംഘടനാ പ്രവർത്തനം ആരംഭിക്കുന്നത്. അങ്ങനെ വലിയൊരു സംഘടനാ പ്രവർത്തന പാരമ്പര്യമോ കാഴ്ചപ്പാടോ ഒന്നും തന്നെ എനിക്കില്ല. അതുകൊണ്ട് തന്നെ എനിക്കതിനെക്കുറിച്ചിട്ട് വലിയ ധാരണയുമില്ല. ഞാൻ അവിടെ ചെല്ലുന്നു, ആദ്യത്തെ ഫസ്റ്റ് ഇയർ തന്നെ കൊണ്ടുപോയിട്ട് നോമിനേഷൻ കൊടുക്കുന്നു. ഞാൻ ഈ നോമിനേഷൻ കൊടുത്തു കഴിഞ്ഞപ്പോൾ കുറേ ആൾക്കാരൊക്കെ എന്നോട് വന്ന് ചോദിച്ചു, ജീവിക്കണമെന്ന് വലിയ ആഗ്രഹമൊന്നുമില്ലല്ലേ? ഞാൻ ചോദിച്ചു, എന്തു പറ്റി? അല്ല, ABVP-കാരൻ വന്ന് ഫസ്റ്റ് ഇയറിലൊക്കെ നോമിനേഷൻ കൊടുക്കുന്നു, അത്രയ്ക്ക് വലിയ ജീവിക്കാൻ ആഗ്രഹം ഇല്ലാത്തതുകൊണ്ടാണോ? വീട് എവിടെയാ? ഞാൻ പറഞ്ഞു, ഇന്ന പാപ്പനംകോടാണ്. അന്ന് ഞാൻ പാപ്പനംകോടാണ് താമസിക്കുക. പാപ്പനംകോടാണ്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഈ യൂണിവേഴ്സിറ്റി കോളേജ് വഴിയല്ലേ വരിക? ഞാൻ പറഞ്ഞു, അത് യൂണിവേഴ്സിറ്റി കോളേജ് വഴി തന്നെയാണ് കടന്നു വരുന്നത്. കഴിഞ്ഞ ആഴ്ച യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ മുമ്പിൽ 4 ABVP-കാർ ഇറക്കിയിട്ടിടിച്ചു. അവരെ കുറച്ച് പേര് വലിച്ചഴിച്ച് സ്റ്റുഡൻറ് സെൻ്ററിൻ്റെ അകത്ത് കൊണ്ടുപോയി 3 ദിവസം പൂട്ടിയിട്ടു, കരിക്കൊക്കെ വെച്ച് അവരുടെ പുറത്തിടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ ഭീതിപ്പെടുത്തുന്ന കഥകളാണ്. ആദ്യത്തെ റൗണ്ട് ഈ കഥകളൊക്കെ നമ്മളോട് വളരെ സോഫ്റ്റ് കോർണർ ഉണ്ട് എന്ന് തോന്നിക്കുന്ന ആൾക്കാരെ കൊണ്ട് പറയിക്കും. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ നോമിനേഷൻ പിൻവലിച്ച് പോകുന്നെങ്കിൽ പൊക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ഫസ്റ്റ് ഇയറിലെ 6 ക്ലാസ്സുകളിലെ 5 പേരെ കൊണ്ടും പലതരത്തിൽ ഭീഷണിപ്പെടുത്തിയിട്ട് ഇവർ നോമിനേഷനുകൾ പിൻവലിച്ചു. ഒരാൾ മാത്രം നോമിനേഷൻ പിൻവലിച്ചില്ല, അത് ഞാനായിരുന്നു. ഞാൻ മത്സരിച്ചു. എന്നോട് ഭീഷണിപ്പെടുത്താൻ വന്നവരോടൊക്കെയും ഞാൻ പറഞ്ഞു, ഞാൻ കണ്ടോളാം, നിങ്ങളുടെ ഭീഷണി എൻ്റെ അടുത്ത് ഉണ്ടാവേണ്ടുന്ന കാര്യമില്ല. ഞാൻ സംഘടനാ പ്രവർത്തനം നടത്താൻ തീരുമാനിച്ചിട്ടാണ് ഞാൻ ഈ ക്യാമ്പസിലേക്ക് വന്നത്. ഞാൻ ഇവിടെ അത് തീരുമാനിച്ചിട്ടാണ് വന്നത് എന്നുണ്ടെങ്കിൽ, ഇവിടെ നോമിനേഷൻ ഞാൻ കൊടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഞാനിവിടെ മത്സരിക്കും. ജയവും തോൽവിയൊക്കെ രണ്ടാമത്തെ ഭാഗമാണ്. പക്ഷെ ഞാൻ ഇവിടെ മത്സരിക്കും. നിങ്ങളുടെ തിട്ടൂരത്തിന് നിന്ന് തരാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവിടെ മത്സരിച്ചു. ഫസ്റ്റ് ഇയറുകൾ 20 വർഷത്തെ ചരിത്രത്തിനിടയിൽ SFIയുടെ ആ കോട്ട വീണു. 20 വർഷത്തിനിടയിൽ ആദ്യമായിട്ട് ഫസ്റ്റ് ഇയർ ക്ലാസ്സിൽ ഒരു ABVP-കാരൻ ജയിച്ചു. അത് ഞാനാണ്. അന്ന് 7 വോട്ടിന് ജയിക്കുന്ന സാഹചര്യം ഉണ്ടാക്കി. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ SFIക്കാരെല്ലാവരും കൂടി എന്തോ ഒരു കാര്യത്തിന് സമരവും വിളിച്ചുകൊണ്ട് എൻ്റെ ക്ലാസ്സിലേക്ക് കയറി വന്നു. ക്ലാസ്സിൽ ബെഞ്ചിലിരിക്കുകയായിരുന്ന എന്നെ ഇവരൊരു 10-30 പേര് കൂടിയിട്ട് പൊക്കിയെടുത്ത് എങ്ങനെ ഫ്രണ്ടിലെത്തിയെന്ന് എനിക്കറിയില്ല, എടുത്തെറിഞ്ഞാന്ന് തോന്നുന്നു. നേരെ വന്നു. ഇവർ 10-30 പേര് കൂടി വളഞ്ഞിട്ട് ചവിട്ടി. ഞാൻ കരുതി ഇതോടുകൂടി കഴിയും. ഇല്ല, കഴിഞ്ഞിട്ടില്ല. അതൊരു ആരംഭം മാത്രമായിരുന്നു. 1 വർഷം ഞാൻ അവിടെ നിന്ന് ഈ പറയുന്ന സംഘർഷം, ഞാൻ ഒരു വശത്തും ഇവർ ഇത്രയും പേര് മറുവശത്തും എന്നുള്ള നിലയിൽ വലിയ സംഘർഷത്തിലേക്ക് പോയി. സെക്കൻഡ് ഇയർ ആയി. സംഘടനാ പ്രവർത്തനം കൊണ്ട് അത്യാവശ്യം ഞാൻ വളരെ ശാന്തമായി, സൈലൻ്റായി. നിങ്ങൾക്കറിയാം ഞാൻ എങ്ങനെയാണ് സംഘടനാ പ്രവർത്തനം നടത്തുന്നതെന്ന്. വലിയ വെല്ലുവിളിയൊക്കെ ബഹളങ്ങൾക്കോ ഒന്നും പോകില്ല. മര്യാദയ്ക്ക് ചെയ്യേണ്ട കാര്യം മാത്രം ചെയ്തു പോകുന്നു. അങ്ങനെ ചെയ്തു പോയി. സെക്കൻഡ് ഇയർ ആകുന്ന സമയത്ത് രക്ഷാബന്ധന്
99 പേര് ആ ക്യാമ്പസിൽ നിന്ന് രക്ഷാബന്ധന് പങ്കെടുക്കുന്ന സാഹചര്യമാണ്. എനിക്കിന്നും ആ നമ്പർ ഓർമ്മയുണ്ട്, മറ്റൊന്നും കൊണ്ടല്ല. ഒരാളും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ 100 ആയേനെയല്ലോ എന്ന് പറയുന്ന വലിയൊരു വിഷമം എനിക്കുണ്ടായിരുന്നു. ഇതോടുകൂടി SFIക്കാർക്ക് വീണ്ടും ഹാലിളകി, ഇവർ വലിയ സംഘർഷത്തിലേക്ക് പോയി. സ്വാഭാവികമായിട്ട് അത് തിരിച്ചൊരു വലിയ റിട്ടാലിയേഷൻ സംഭവിക്കേണ്ടുന്ന കാര്യം വന്നു. അങ്ങനെ അന്ന് എനിക്ക് ആ കോളേജിൽ പഠനം നിർത്തേണ്ടി വന്നു എന്ന് മാത്രമല്ല, ഈ നെടുമങ്ങാട് മണ്ഡലവുമായിട്ടുള്ള എൻ്റെ ബന്ധം അവിടെ നിന്ന് ആരംഭിച്ചു. കാരണം 2005 18-ാം വയസ്സിൽ ഞാൻ അങ്ങനെ ഒരു വധശ്രമ കേസിൽ പ്രതിയായിട്ട് നെടുമങ്ങാട് കോടതി കയറി ഇറങ്ങാൻ തുടങ്ങിയതാണ്. അപ്പോൾ അന്ന് മുതൽ തുടങ്ങുന്നതാണ് ഈ നെടുമങ്ങാടുമായിട്ടുള്ള ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിലുള്ള ബന്ധം എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ വിവാഹം കഴിച്ചത് കണ്ണൂരിൽ നിന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പലരും പറയാറുണ്ട്, എന്താണ് ഞാൻ കണ്ണൂരുകാരനാണെന്ന് ചിലർ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. ഞാൻ വിവാഹം കഴിച്ചത് കണ്ണൂരിൽ നിന്നാണ്. കണ്ണൂരിൽ നിന്ന് മാത്രമല്ല, സാക്ഷാൽ AKGയുടെ കുടുംബത്തിൽ നിന്നാണ് കല്യാണം കഴിക്കുകയും ചെയ്തത് എന്നുള്ളത് മറ്റൊരു വസ്തുത. അപ്പോൾ ഈ കണ്ണൂരിൽ ചിലപ്പോൾ അവരുടെ വീട്ടിലേക്ക് പോകുമ്പോൾ ഞാൻ കരുതിയത് നമ്മളാണ് ഏറ്റവും കഷ്ടപ്പെട്ട് സംഘടനാ പ്രവർത്തനം നടത്തുന്നത്. ഇത്രയൊക്കെ കഷ്ടപ്പാടുകളിലൂടെ നമ്മൾ കടന്നു വന്നതല്ലേ. കാരണം വീട്ടിലിപ്പോൾ എൻ്റെ അമ്മ മാത്രം ഉണ്ടായിരുന്ന സമയത്ത് രാത്രിയിൽ പോലീസ് വീട്ടിൽ കയറി വരിക, വീട്ടിനകത്തൊരു സീൻ ഉണ്ടാവുക എന്നൊക്കെ പറയുന്നത് നമ്മൾ പലർക്കും അറിയാവുന്നതാണ്. അതിലൂടെ ഞാൻ കടന്നു പോയതുകൊണ്ട് പറഞ്ഞാണ്. അപ്പോൾ നമുക്ക് തോന്നി ഇതൊക്കെ വലിയ സംഭവമാണ് എന്നുള്ള കാര്യം. ഞാൻ കണ്ണൂർ പോകുന്ന സമയത്ത് ഒരു ദിവസം എന്നോട് ചേട്ടാ രക്ഷാബന്ധന് പങ്കെടുക്കാമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു പിന്നെന്താ പങ്കെടുക്കാമല്ലോ. അപ്പം ഞാൻ ശാഖയിലാണ് എനിക്ക് രക്ഷാബന്ധൻ എന്ന് പറഞ്ഞിട്ട് അവിടേക്ക് പോയി. അവിടെ പോകുന്ന സമയത്ത് ഒരു പാർട്ടി ഗ്രാമമാണ്. അപ്പോൾ ശാഖ എന്ന് പറയാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഒരു 800 സ്ക്വയർ ഫീറ്റ് വീടിൻ്റെ ഒരു ഹാളിലാണ് ഈ പറയുന്ന രക്ഷാബന്ധം നടക്കുന്നത്. 800 സ്ക്വയർ ഫീറ്റ് വീടിൻ്റെ ഒരു ഹാളിലാണ് ഇത് നടക്കുന്നത്. എല്ലാവരും കൂടി നിൽക്കുന്നു. പ്രാർത്ഥന ചൊല്ലുന്നത് തന്നെ വളരെ പതുക്കെയാണ്. പുറത്തേക്ക് കേട്ട് കഴിഞ്ഞാൽ പ്രശ്നമാണ്. പാർട്ടി ഗ്രാമമാണ്. സ്വാതന്ത്ര്യവും ജനാധിപത്യവും സോഷ്യലിസവും മുറ്റി നിൽക്കുന്ന ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ അപരൻ്റെ ശബ്ദം സംഗീതം പോലെ ആസ്വദിക്കുന്നവർക്ക് എതിർ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ശബ്ദം കേൾക്കുന്നത് അലർജിയാണ്. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ വേറെ ഒന്നും ചെയ്യില്ല. പിറ്റേ ദിവസം രാവിലെ വീട്ടിൻ്റെ കിണറ്റിൽ ബാർബർ ഷോപ്പിൽ നിന്ന് മുടിവാരി കൊണ്ടിടുക, പൈപ്പ് കട്ട് ചെയ്ത് കളയുക, അടുത്തുള്ള കടകളിൽ നിന്നൊന്നും സാധനം കൊടുക്കാതിരിക്കുക, ഇങ്ങനെയൊക്കെ ഉള്ള ചില പരിപാടികൾ മാത്രമേ ഉള്ളൂ. അതായത് അവിടെ ഈ മനുഷ്യരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം ടൈം കീപ്പ് ചെയ്താണ് പോകുന്നത്. രാവിലെ 8 മണിക്കൊരു ബസ്, 10 മണിക്കൊരു ബസ്, ഇങ്ങനെ വൈകുന്നേരം 6 മണി വരെ ബസ് സർവീസ് ഉണ്ട്. അത് കഴിഞ്ഞാൽ ഉണ്ടാവില്ല. അപ്പോൾ പ്രാദേശികമായി ജോലി കിട്ടിയില്ലെങ്കിൽ പ്രശ്നമാണ്. അപ്പോൾ ഒരു ടൈല് പണിക്കാരനാണെന്നുണ്ടെങ്കിൽ പണി അന്വേഷിച്ച് ബസ്സിൽ കയറി ഏതെങ്കിലുമൊക്കെ നാട്ടിൽ പോയിട്ട് പിന്നെ ഏതെങ്കിലുമൊക്കെ അർദ്ധരാത്രി തിരിച്ചു വരേണ്ടി വരും. ഇത്തരത്തിൽ ഉപരോധങ്ങളൊക്കെ ഏർപ്പെടുത്തിക്കൊണ്ടാണ് അവിടെ പ്രവർത്തനം നടന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയാണ് അവിടെ രാഷ്ട്രീയ പ്രവർത്തനം നടക്കുന്നത്. അപ്പോൾ അത് കാണുമ്പോൾ മനസ്സിലാകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രത്തോളം ബുദ്ധിമുട്ടിയാണ് നമ്മൾ രാഷ്ട്രീയ പ്രവർത്തനവും സംഘടനാ പ്രവർത്തനവും കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അത് ഇങ്ങനെ പോരാ എന്നുള്ളത്, അല്ലെങ്കിൽ ഇനി ഇതിലും ബുദ്ധിമുട്ടുള്ള സാഹചര്യത്തിലും നമ്മൾ പ്രവർത്തിക്കും എന്നുള്ളതും നമ്മുടെ തീരുമാനമാണ്. പക്ഷേ രാഷ്ട്രീയമായിട്ട് നമുക്ക് ഇത്തരത്തിലുള്ള ധാർഷ്ട്യങ്ങൾക്ക് മറുപടി പറയേണ്ടുന്നത് ഒരു ആവശ്യകതയാണ്. ജനാധിപത്യ സംവിധാനം നമ്മുടെ ഭാരതത്തിൽ നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ ജനാധിപത്യത്തിൻ്റെ ശബ്ദങ്ങളെ മുഴുവൻ അടിച്ചമർത്തപ്പെടുന്ന തരത്തിലുള്ള ശക്തികൾ പുരോഗമന പ്രസ്ഥാനങ്ങളെന്ന പേരുമിട്ട് നമ്മുടെ ഇടയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന മുഴുവൻ പ്രവർത്തനങ്ങൾക്കും ജനാധിപത്യത്തിൻ്റെ ഭാഷയിൽ തന്നെ നമുക്ക് മറുപടി പറയേണ്ടുന്നതുണ്ട്. നമുക്ക് വലിയ സംഘടനാ ശക്തിയുണ്ട്. സംഘടനാപരമായിട്ട് ഇന്ന് രാഷ്ട്രീയ സ്വയംസേവക സംഘത്തെ വെല്ലുവിളിക്കുവാൻ ശേഷിയുള്ള ഒരു സംഘടനയും ഇന്ന് കേരളത്തിലില്ല. ഒരു സംഘടനയും ഇന്ന് കേരളത്തിലില്ല. അത് നമ്മൾ 10-14 വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ തെളിയിച്ചതാണ്. ആശ്രാമം മൈതാനത്തിൽ 100,000 പേര് ഗണവേഷമിട്ട് അണിനിരന്നപ്പോൾ തന്നെ നമ്മൾ തെളിയിച്ചതാണ്. സംഘടനാപരമായി നമ്മളെ വെല്ലുവിളിക്കുവാൻ ശേഷിയുള്ള ഒരു പ്രസ്ഥാനവും ഇന്ന് കേരളത്തിലില്ല. പക്ഷെ രാഷ്ട്രീയപരമായി നമുക്ക് ചില ബാലാരിഷ്ടതകളുണ്ട്. ആ ബാലാരിഷ്ടതകളെ മറികടക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിലായിട്ടുള്ള നിയമസഭയിലേക്ക് നമുക്ക് നെഞ്ചും വിരിച്ച് തല ഉയർത്തി കയറി ചെല്ലുവാനുള്ള സാഹചര്യം ഉണ്ടാകണം. എത്ര പേര് നിയമസഭ സന്ദർശിച്ചിട്ടുണ്ട് എന്ന് ചോദിക്കുമ്പോൾ ഇതിനകത്ത് പോലും 7-8 പേര് മാത്രമേ ഉള്ളൂ. ഇതിനകത്ത് പോലും 7-8 പേര് മാത്രമാണ് നിയമസഭ സന്ദർശിച്ചിട്ടുള്ളത്. എന്തുകൊണ്ടില്ല? കാരണം നമുക്കവിടെ കൃത്യമായിട്ടുള്ള പങ്കാളിത്തമില്ല എന്നുള്ളത് കൊണ്ടാണ്. നമുക്കവിടെ 8-10 MLA-മാരുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ പ്രസ്ഥാനത്തിൽ നിന്ന് നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകർ നിയമസഭകളിലേക്ക് പോവുകയും അവിടെ സന്ദർശിക്കുകയൊക്കെ ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം വളരെ കൂടുതലായിരിക്കും.
പലതരത്തിലുള്ള സഹായങ്ങൾ നമ്മുടെ പ്രവർത്തകർക്ക് ലഭിക്കുന്നുണ്ടാവും. അപ്പോൾ തീർച്ചയായിട്ടും കേരളം എന്ന് പറയുന്ന ഈ രാഷ്ട്രീയ ഭൂമികയിൽ നമുക്കൊരു മാർക്ക് രേഖപ്പെടുത്തേണ്ടുന്നതുണ്ട്. നെടുമങ്ങാട് നിയോജക മണ്ഡലത്തിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒരു കാര്യത്തിൽ 100% ഞാൻ ആദ്യം മുതൽ പറയുന്ന ഒരു കാര്യമാണ്, 200% ഉറപ്പാണ്, നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് ജയിക്കാൻ പോവുകയാണ്. നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് ജയിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. നമ്മൾ ഇന്ന് എവിടെ നിൽക്കുന്നുണ്ട് എന്നുള്ളതിനെ കുറിച്ചിട്ട് കൃത്യമായിട്ടുള്ള ധാരണ എൻ്റെ ഉള്ളിലുണ്ട്. നമ്മൾ ഇന്ന് എത്ര വോട്ടിലാണ് നിൽക്കുന്നത്, നമുക്ക് എത്ര വോട്ട് കൂടി കവർ ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതിനെ കുറിച്ചിട്ട് കൃത്യമായ ധാരണയോടുകൂടി തന്നെയാണ് നമ്മളിവിടെ നിലനിൽക്കുന്നത്. കൃത്യമായി സ്ട്രാറ്റജി അനുസരിച്ച് തന്നെയാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ ഇന്ന് നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നതും. അപ്പോൾ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയമായിട്ട് മറുപടി പറയുവാൻ വേണ്ടിയിട്ട് നെടുമങ്ങാട് നിയോജക മണ്ഡലത്തിൻ്റെ മണ്ണിൽ നെടുമങ്ങാട് നിയോജക മണ്ഡലത്തിൻ്റെ പ്രവർത്തകർക്ക് ലഭിച്ചിരിക്കുന്ന ഒരു അവസരമാണ് ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. കേരളം എന്ന് പറയുന്നത് ഐസിസിനെ ഏറ്റവും അധികം റിക്രൂട്ട് ചെയ്ത നാട്. കേരളം എന്ന് പറയുന്നത് സാക്ഷാൽ ശബരിമല അയ്യപ്പൻ്റെ മുതൽ കട്ടോണ്ട് പോയാലും ഞങ്ങൾക്കൊന്നും സംഭവിക്കില്ല എന്ന് പറയുന്നവരുടെ നാട്. കേരളം എന്ന് പറയുന്നത് പലതരത്തിലുള്ള തീവ്രവാദ ശക്തികൾക്ക് ഇവിടെ വന്ന് ട്രെയിനിങ്ങും റിക്രൂട്ട്മെൻറ്റും നടത്തിയിട്ട് പോകാൻ കഴിയുന്നവരുടെ നാട്. കേരളം എന്ന് പറയുന്നത് മര്യാദയ്ക്കൊരു വ്യവസായം തുടങ്ങി മുമ്പോട്ട് പോകാൻ കഴിയാത്ത ഒരു സ്ഥലം എന്നുള്ള തലത്തിലൊന്നും അല്ല അറിയപ്പെടേണ്ടുന്നത്. കേരളം എന്ന് പറയുന്നത് ആദിശങ്കരൻ്റെ മണ്ണാണ്. കേരളം എന്ന് പറയുന്നത് നമ്മൾ ഓരോരുത്തരുടെയും മണ്ണാണ്. ഈ ഭാരത ഭൂമിയുടെ അവിഭാജ്യ ഘടകമാണ്. നിങ്ങളുടെ പണി ഈ കേരളത്തിൽ നടക്കില്ല എന്ന് പറയാൻ കേരളം എഴുതി ആരും പാകിസ്ഥാന് തീറെഴുതി കൊടുത്തിട്ടൊന്നുമില്ല. കേരളത്തിനെ ഇവിടെ ആരും എഴുതി ഒരു പാകിസ്ഥാനും തീറെഴുതി കൊടുത്തിട്ടില്ല. കേരളത്തിനെ ഇവിടെ ആരും എഴുതി ഒരു ചൈനയ്ക്കും തീറെഴുതി കൊടുത്തിട്ടില്ല. കേരളത്തിനെ ഇവിടെ ആരും എഴുതി ഒരു ക്യൂബയ്ക്കും തീറെഴുതി കൊടുത്തിട്ടില്ല. കേരളം അന്നും ഇന്നും എന്നും ഭാരതത്തിന്റെ അവിഭാജ്യ ഘടകമാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ പറയുന്നത് ഈ മണ്ണിൽ നടക്കും. അതിനകത്ത് ഒരു കമ്മ്യൂണിസ്റ്റുകാരനും ഒരു സുഡാപ്പിക്കും ഒരു തരത്തിലുള്ള സംശയം ഉണ്ടാകേണ്ടുന്ന കാര്യമില്ല. ഞങ്ങൾ പറയുന്നത് ഈ മണ്ണിൽ നടക്കും. കാരണം കേരളം എന്ന് പറയുന്നത് ഈ ഭാരതത്തിൻ്റെ അവിഭാജ്യ ഘടകമാണ്. ഇവിടുന്ന് ജമ്മു കശ്മീരിലേക്ക് പോയി കഴിഞ്ഞാൽ DYFI എന്ന് പറയുന്ന സംഘടനയ്ക്ക് പേരിൻ്റെ അറ്റത്തുള്ള ഐ കാണില്ല, പകരം കെ ആയിരിക്കും. എന്താണെന്നറിയാമോ? ഇന്ത്യ എന്ന് പേരിട്ട് കഴിഞ്ഞാൽ അവിടെ കൂടെ വരാൻ ആളില്ല എന്ന് പറഞ്ഞ് ഒരു ലജ്ജയുമില്ലാതെ DYFK എന്ന് സ്വന്തം പ്രസ്ഥാനത്തിൻ്റെ പേര് മാറ്റിയിട്ട് കശ്മീരിൽ പോയി പ്രവർത്തിക്കുന്നവർ ഇവിടെ വന്ന് നിന്നിട്ട് നമ്മളെ ഉപദേശിക്കുകയാണ്. എന്താണ്? കേരളം നിങ്ങളെ അംഗീകരിക്കില്ല, ഞങ്ങൾക്ക് അവിടം മുതൽ ഇവിടം വരെയും ഒരേ പേരും ഒരേ രൂപവുമേ ഉള്ളൂ, ഞങ്ങളുടെ പ്രവർത്തകർക്ക് പകലും രാത്രിയും ഒരു രൂപവും ഒരു സ്വഭാവവുമേ ഉള്ളൂ, അല്ലാണ്ട് പകല് സഖാവും രാത്രി സുഡാപ്പിയുമായി നടക്കുന്ന ആൾക്കാരെ പോലെ ഞങ്ങളുടെ കൂട്ടത്തിൽ ആൾക്കാരില്ല. ഇറാനെ അമേരിക്ക ആക്രമിച്ചു, ഇറാനെ നമ്മൾ ആക്രമിച്ചതിനെതിരായിട്ട് നമ്മൾ അപലപിച്ചില്ല, വലിയ പ്രശ്നമാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ കപടതയെക്കുറിച്ചിട്ട്. എന്താ കപടത എന്ന് പറയുന്നത്? ഇവരിവിടെ ഇരുന്നിട്ട് നമുക്കറിയാമല്ലോ, കഴിഞ്ഞ 10 വർഷമായിട്ട് ഇവർ എന്തൊക്കെ ചെയ്തു? കിസ് ഓഫ് ലവ് എന്നും പറഞ്ഞൊരു സാധനം പൊക്കി പിടിച്ചുകൊണ്ട് നടന്നു. കുറേ നാൾ ആർത്തവ കവാടം കെട്ടാൻ നടന്നു, പിന്നെ കുറേ നാൾ ആർത്തവ ലഹള നടത്താൻ നടന്നു, പിന്നെ മൈ ബോഡി മൈ ഫ്രീഡം എന്നും പറഞ്ഞും കൊണ്ട് വേറൊരു തരത്തിലുള്ള കുറേ സാധനങ്ങളൊക്കെ നടത്താൻ വേണ്ടിയിട്ട് നടന്നു. അപ്പോഴൊക്കെ ഇവർ പറഞ്ഞെന്താണ്? അത് ഓരോ വ്യക്തിയുടെയും വ്യക്തിപരമായ സ്വാതന്ത്ര്യമാണ്. ആ വ്യക്തിപരമായ സ്വാതന്ത്ര്യങ്ങളിലേക്ക് നമ്മൾ കൈകടത്താൻ പാടില്ല. അപ്പോഴാണ് പറഞ്ഞത് അപരൻ്റെ ശബ്ദം സംഗീതം പോലെ ആസ്വദിക്കണം. ഈ മരിച്ചുപോയ ഇറാൻ്റെ പ്രസിഡന്റ് ആരായിരുന്നു? ഭാരതത്തിനും ഇറാനും നല്ല ബന്ധം തന്നെയാണ്. എന്നാലും ഞാൻ ഈ കപടത ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയിട്ട് ചോദിക്കുന്നതാണ്. മരിച്ചുപോയ ഇറാൻ്റെ പ്രസിഡന്റ് എന്തായിരുന്നു? അദ്ദേഹത്തിനെതിരായിട്ട് അവിടെ എന്തുമാത്രം പെൺകുട്ടികളാണ് പുറത്തിറങ്ങി സമരം ചെയ്തത്? എത്രമാത്രം പെൺകുട്ടികളെ എത്രയോ ഹീനമായിട്ട് ആ ഭരണകൂടം കൊല്ലുന്ന സാഹചര്യമുണ്ട്. അതും ഇഞ്ചിഞ്ചായിട്ട് പീഡിപ്പിച്ച് കൊല്ലുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്.
പലസ്തീൻ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഇവിടെ വലിയ വായിൽ മനുഷ്യ സ്വാതന്ത്ര്യവും മനുഷ്യാവകാശവും പറഞ്ഞുകൊണ്ട് പുറത്തിറങ്ങുന്ന സഖാക്കളെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. പക്ഷേ നിങ്ങൾ എപ്പോഴെങ്കിലും ഈ പറയുന്ന ഇറാനിലെ ഈ പറയുന്ന പാവപ്പെട്ട പെൺകുട്ടികൾ അവരുടെ മുഖം മറയ്ക്കാതിരിക്കാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് പുറത്തിറങ്ങി സമരം ചെയ്യുമ്പോൾ അവർക്കൊപ്പം ഈ പറയുന്ന കപട മോഡറേറ്റ് മുസ്ലിംസിനെയും പുരോഗമന മുസ്ലിംസിനെയും മാത്രം പ്രീണിപ്പിച്ചു കഴിഞ്ഞാൽ തങ്ങളുടെ വോട്ട് ബാങ്കിന് ഗുണമാകില്ല എന്ന് അവർക്കറിയാം. പകരം അവർക്ക് ആരെ വേണം? പകരം അവർക്ക് വേണ്ടുന്നത് കുറച്ച് എക്സ്ട്രീമിസ്റ്റ് നിലപാടെടുക്കുന്ന ആൾക്കാരെയാണ് അവർക്ക് ആവശ്യം. അതുകൊണ്ടാണ് അവർ ഇറാന്റെ ഒപ്പമുണ്ട്, പകരം ആർക്കൊപ്പം ഇല്ല? ഗൾഫിനൊപ്പം അവരില്ല. നിങ്ങൾ ഈ കപടതയെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കണം. ഇപ്പൊ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യ മഹാരാജ്യത്തിനെ സംബന്ധിച്ചിടത്തോളം ഡിപ്ലോമാറ്റിക് ലെവലിൽ, നയതന്ത്ര തലത്തിൽ ഇറാനുമായിട്ടും ഗൾഫുമായിട്ടും അഫ്ഗാനിസ്ഥാനുമായിട്ടും ഒക്കെ നമ്മൾ വളരെ മികച്ച ബന്ധം പുലർത്തി തന്നെയാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് മറ്റൊന്നും കൊണ്ടല്ല, പണി അറിയാവുന്ന ഒരു പ്രധാനമന്ത്രി അവിടെ ഇരിക്കുന്നത് കൊണ്ടാണ് നമുക്ക് അങ്ങനെ പോകാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസം മനോരമയിൽ ഒരു വാർത്ത ഞാൻ വായിച്ചു. അമേരിക്കയിൽ ഇന്ധനത്തിന് വില കൂടി, ചൈനയിൽ വില കൂടി, പാകിസ്ഥാനിൽ പെട്രോൾ പമ്പുകളെല്ലാം അടച്ചിട്ടു, ആൾക്കാരോട് പുറത്തിറങ്ങരുതെന്ന് പറഞ്ഞു. ശ്രീലങ്കയിൽ വലിയ പ്രശ്നമാണ്, പ്രവൃത്തി ദിവസങ്ങൾ 4 വെട്ടിച്ചുരുക്കി. നമ്മുടെ ചുറ്റും നടക്കുന്ന സംഭവങ്ങളാണ്. പ്രവൃത്തി ദിവസം 5 നിന്ന് 4 വെട്ടിച്ചുരുക്കി ശ്രീലങ്കയില്. പാകിസ്ഥാനിലെ പെട്രോൾ പമ്പുകൾ അടച്ചിട്ട് വാഹനങ്ങൾ പുറത്തിറങ്ങാൻ പാടില്ല എന്ന് പറയുന്നു. അമേരിക്കയിൽ പോലും 3 ഇരട്ടിയായിട്ട് ഇന്ധന വില വർദ്ധിച്ചു. മനോരമയിൽ വന്ന വാർത്തയാണ്, ജനൻ ടിവിയിൽ വന്ന വാർത്തയൊന്നും അല്ല. നമ്മൾ ഈ പറയുന്ന എന്തെങ്കിലും പ്രശ്നങ്ങൾ അറിയുന്നുണ്ടോ? നിങ്ങളൊന്ന് സ്വയം ചിന്തിച്ചു നോക്കൂന്നേ. നമ്മൾ ഈ പറയുന്ന എന്തെങ്കിലും ഒരു പ്രശ്നങ്ങളെ കുറിച്ചിട്ട് നമ്മൾ അറിയുന്നുണ്ടോ? ഇല്ല. എന്തുകൊണ്ടാണ്? 56 ഇഞ്ച് നെഞ്ചളവുള്ള ആണൊരുത്തൻ അവിടെ പ്രധാനമന്ത്രിയായിട്ടിരിക്കുന്നതുകൊണ്ടാണ്. ഏതെങ്കിലും അമുൽ ബേബി അല്ല അവിടെ പ്രധാനമന്ത്രിയായിട്ടിരിക്കുന്നത്. ഗൾഫ് രാജ്യങ്ങൾ തന്നെ വന്നു നിന്നിട്ട് പറയാണ്, എന്താണ്, നരേന്ദ്രമോദിജിക്ക് മാത്രമേ ഇവിടെ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ എന്ന്. ഹോസ്ബുർഗ് നമ്മുടെ ആ കടലിടുക്ക് അത് കംപ്ലീറ്റ്ലി ക്ലോസ് ചെയ്ത സാഹചര്യമാണ്. അവിടെ നിന്ന് ഏതെങ്കിലും ഒരു കപ്പൽ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് കടന്നു വരണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? ആ കപ്പലിന്റെ മുന്നിൽ ഭാരതത്തിന്റെ ഒരു പതാക ഉണ്ടാവണം. ആ കപ്പലിന്റെ മുകളില് ഭാരതത്തിന്റെ ഒരു പതാക ഉണ്ടാകണം. ആ ഭാരതത്തിന്റെ ആ പതാക അവിടെ ഉയർന്നു നിൽക്കുന്നത് ശക്തമായിട്ടുള്ളൊരു ഭരണകൂടം ഭാരതത്തിലുണ്ട് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്നുള്ളത് കൊണ്ടാണ്. ശക്തനായ ഒരു പ്രധാനമന്ത്രി ഇവിടെ ഉണ്ട് എന്നറിയാവുന്നുള്ളത് കൊണ്ടാണ്. അപ്പോഴാണ് കിണറ്റിൽ കിടക്കുന്ന തവളയെ പോലെ ചില ആൾക്കാർ മുക്കറിയിട്ടുകൊണ്ടിരുന്നു, ഗ്യാസ് കിട്ടുന്നില്ല. നമ്മുടെ മന്ത്രി വണ്ടിയും വിളിച്ച് സുരേഷ് ഗോപിയുടെ വീട്ടിൽ പോയി. എന്തിനാ? ഞാൻ കഴിഞ്ഞ ദിവസവും പറഞ്ഞതാ, കേരളത്തിന് മാത്രം പ്രത്യേകമായിട്ട് ഗ്യാസ് വരുത്തി തരണം. മനുഷ്യന് വിവരം എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടാവുക എന്ന് പറയുന്ന അത്യന്താപേക്ഷിതമാണ്, പ്രത്യേകിച്ച് ഒരു ജനപ്രതിനിധിക്കും മന്ത്രിയായിട്ടിരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം. ഞാനൊന്ന് ചോദിച്ചോട്ടെ, ലോകം മുഴുവൻ ഇത്രയും പ്രശ്നം നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലായിടത്തും ഇന്ധനത്തിന്റെ ഷോർട്ടേജ് ഉണ്ട്. സ്വാഭാവികമായിട്ട് ഗാർഹിക മേഖലയിൽ LPG ബുദ്ധിമുട്ടുണ്ടാകാതെ ഇരിക്കുവാൻ വേണ്ടിയിട്ടുള്ള എല്ലാ പണിയും കേന്ദ്ര സർക്കാർ എടുക്കുന്നത് കൊണ്ടാണ് നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ കഞ്ഞിക്കലം വെന്തുകൊണ്ടിരിക്കുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ വിറകന്വേഷിച്ച് നടക്കേണ്ടുന്ന സാഹചര്യം ഉണ്ടായേനെ. ചില ബുദ്ധിമുട്ടുകളുണ്ട്, അതുകൊണ്ട് ചില ഹോട്ടലുകൾക്കും മറ്റ് വാണിജ്യ സ്ഥാപനങ്ങൾക്കും ബുദ്ധിമുട്ടാണ്. അതും മാറ്റി കൊടുക്കുവാൻ വേണ്ടിയിട്ടുള്ള തീരുമാനങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇത് എന്തുകൊണ്ട് സംഭവിക്കുന്നു? 50 പൈസ പോലും പെട്രോളിന്റെ വില പോലും വർദ്ധിപ്പിക്കുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ടായിട്ടില്ല. എന്തുകൊണ്ടുണ്ടാകുന്നില്ല? ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കണം. ഇത് വെറുതെ നടക്കുന്നതല്ല. രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ കളരിയിൽ പയറ്റിത്തെളിഞ്ഞു പോയിട്ട് വ്യക്തി നിർമ്മാണം എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് ലോകത്തിന്റെ മുമ്പിൽ ഇന്ന് രാഷ്ട്രീയ സ്വയംസേവക സംഘം കാണിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. വ്യക്തി നിർമ്മാണം എന്താണ് എന്നുള്ള കാര്യം ലോകത്തിന്റെ മുമ്പിൽ കാണിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. കാരണം എന്താണ്? അതുപോലുള്ള ഏതാനും വ്യക്തികളെ ചേർന്നിട്ട് ഈ ഗവൺമെന്റിനെ ചലിപ്പിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്ന് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും ആ സർക്കാർ അവിടെ ഇരിക്കുവാൻ വേണ്ടിയിട്ട്, ആ സർക്കാരിനെ കൂടുതൽ ചലിപ്പിക്കുവാൻ വേണ്ടിയിട്ട്, ആ സർക്കാരിന് കരുത്ത് പകരുവാൻ വേണ്ടിയിട്ട് കേരളത്തിന്റെ മണ്ണിൽ നിന്നും ദേശീയതയുടെ ശബ്ദം നിയമസഭ വഴി ഉയരേണ്ടുന്നതുണ്ട്. നിയമസഭയിൽ ആ ശബ്ദമില്ലാത്ത ഇടത്തോളം കാലം, കഴിഞ്ഞ ദിവസം സാക്ഷാൽ സുരേഷ് ഗോപി തന്നെ പറഞ്ഞിട്ട് പോയതുപോലെ, അയ്യപ്പന്റെ സ്വർണം എവിടെ പോയി
മിസ്റ്റർ പിണറായി വിജയൻ, എൻ്റെ അയ്യൻ്റെ സ്വർണം എവിടെ എന്ന് ചോദിക്കുവാൻ ജനപ്രതിനിധികൾ അവിടെ ഉണ്ടാകണം. അവിടെ ഇരിക്കുന്ന കോൺഗ്രസ്സുകാരെ കൊണ്ട് അവിടെ നിന്ന് സാധിക്കില്ല എന്നുള്ള കാര്യത്തെക്കുറിച്ചിട്ട് നിങ്ങൾക്ക് 100% അറിയാം. അപ്പോൾ ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നെടുമങ്ങാട് നിയോജക മണ്ഡലം ചരിത്രം കുറിക്കുവാൻ വേണ്ടിയിട്ട് ഒരുങ്ങുകയാണ്. ഭാവി കേരളത്തിൻ്റെ രാഷ്ട്രീയം വായിച്ചു പഠിക്കുന്ന സമയത്ത് നെടുമങ്ങാട് നിയോജക മണ്ഡലവും 2026 നിയമസഭാ തെരഞ്ഞെടുപ്പും ഒരു റെഫറൻസ് ബുക്കായിട്ട് തന്നെ നിലനിൽക്കും. അതിൻ്റെ കാരണം എന്ന് പറയുന്നത്, ഞാൻ ആദ്യം പറഞ്ഞു, 6ാമത്തെ ദിവസമാണ് ഇന്ന്. ഈ 6ാമത്തെ ദിവസത്തിനിടയിൽ 3ാമത്തെ വലിയ പരിപാടിയാണ് നമ്മൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ 3ാമത്തെ വലിയ പരിപാടി നടക്കുവാനൊരൊറ്റ കാരണം എന്ന് പറയുന്നത് ഇവിടുത്തെ സംഘടനയുടെയും ഇവിടുത്തെ പ്രവർത്തകരുടെയും ശക്തിയാണ്. ആ ചാലക ശക്തി വരുന്ന 2 ആഴ്ചക്കാലം നമ്മൾ അതുപോലെ തന്നെ കൊണ്ടുപോകും. നെടുമങ്ങാട് നിയോജക മണ്ഡലത്തിൽ താമര വിരിയും. ഇത് ഒരു പ്രചരണമല്ല. ഞാൻ ആദ്യ ദിവസം മുതൽ പറയുന്നത് പോലെ ഇത് നമ്മുടെ ഓരോരുത്തരുടെയും തീരുമാനമാണ്. അപ്പോ ആ തീരുമാനത്തിൽ ഉറച്ച് നമ്മൾ മുമ്പോട്ട് പോവുകയാണ്.